ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറിയുള്ള പ്രതികരണം സമസ്തയുടെ നിലപാടല്ല. മന്ത്രിമാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വിശദീകരണം നൽകേണ്ടത് ബഹാവുദ്ദീൻ നദ്വിയാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ചോദിക്കണത് എങ്ങനെ മൂപ്പര് ഏത് അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പൊ ഞാനല്ല അതിന് മറുപടി പറയേണ്ടത്. നമ്മൾ മൊത്തത്തിൽ അതിനുള്ള ഇത് പറഞ്ഞു. സമസ്തനോടിന്റെ നയം നമ്മൾ പറഞ്ഞല്ലോ. ഇസ്ലാമിന് അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, നമ്മളോടല്ല. നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളോട്. നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ടാണല്ലോ പറയണത്. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. മുഷാവറ സമ്മേളനം നടത്തിയതിന് ശേഷമുള്ള മുഷാവറയുടെ തീരുമാനങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ് ഇവിടെ നമ്മൾ പത്രക്കാരോട് പറയുന്നത്, ചാനലുകാരോട് പറയുന്നത്. അത് ചർച്ച ചെയ്യുകയോ അതിനെ സംബന്ധിച്ച് സംശയം ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ. അടക്കം പല സമയത്തും മുഷാവറ യോഗങ്ങളിലും പത്രങ്ങളെ കാണുമ്പോഴേക്ക് പറയാറുണ്ട്, പണ്ഡിതർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ഈ മുഷാവറ പണ്ഡിതരിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ ഗൗരവം. സമസ്ത ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തന്റെ വ്യക്തമായ നയം തന്നെ അതാണല്ലോ. നമ്മൾ വ്യക്തികൾക്ക് ഉണ്ടാവണ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാവണ എന്തെങ്കിലും അവരെ സ്വകാര്യ ജീവിതത്തിലോ മറ്റും ഉണ്ടാവണ ആ ദോഷങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ പരിശോധിക്കലല്ല നമ്മളെ പണി. അതൊന്നും ഞങ്ങൾ പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിവിടെ. അല്ല, അത് സമസ്തന്റെ നയമല്ല, ഇസ്ലാമിന്റെ നയം തന്നെ അതല്ലേ. അങ്ങനെ അതിപ്പോ അങ്ങനല്ലേ, അങ്ങനെ എല്ലാവരും പറയണത്. അതൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കണ്ട. ആരെങ്കിലും ഒക്കെ പറഞ്ഞ ഇപ്പൊ അങ്ങനെ പലർക്കും പലതും പറയാൻ ആരെങ്കിലും അല്ല പറഞ്ഞ ആളുണ്ടല്ലോ. സമസ്ത മറുപടി ഇപ്പൊ നിങ്ങളോട് നൽകിയല്ലോ. സമസ്തമായ അതല്ല എന്നുള്ളത്. പിന്നെന്തിനെങ്ങനെ ചോദിക്കണം? മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് സമസ്തമായ അതല്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? എന്താ അതാ അതിന്റെ പശ്ചാത്തലം അയാളോടാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. വലിയ മുതിർന്ന അംഗമാണല്ലോ. അപ്പൊ അവരോട് നിങ്ങൾ ചോദിക്കാലോ. വെറുതെ വെറുതെ അതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യണേ. സമസ്ത അങ്ങനത്തെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തന്റെ നമ്മളെ ഇസ്ലാമിന്റെ നയം തന്നെ അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ ആളുകളെ എല്ലാവരും തെറ്റുകൾ നോക്കി ഇറക്കണം. എന്നിട്ട് ഇപ്പൊ ഒരാൾ വ്യഭിചരിച്ചു, റസൂലിനോട് ഒന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചു. റസൂൽ പറഞ്ഞാൽ എന്താ, ഈ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, നീ കൂട്ടി പിടിച്ചതാണ് ഈ കാരണം. പിന്നെയും പറഞ്ഞു അല്ലേ വ്യഭിചരിച്ചതാണ്. അപ്പം അങ്ങനെയാണ് ഒരാളെ തെറ്റുകൾ ഇങ്ങനെ പഴുതുകൾ ഇങ്ങനെ ഉണ്ടായി നോക്കാണ്ട് ഒരു സ്ത്രീ പുരുഷനാണ് വർത്താനം. എന്നാൽ അവർ വർത്താനം പറഞ്ഞാൽ പാളി വെക്കുക. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളെ പണിയല്ലാന്ന് അതുകൊണ്ട് കഴിഞ്ഞല്ലോ. അതൊന്നും ഞങ്ങളല്ലല്ലോ പറയേണ്ടത് നിങ്ങളോട്. നിങ്ങൾ പറഞ്ഞല്ലോ വലിയ പണ്ഡിതനാണെന്ന്. അപ്പം അയാൾക്കറിയില്ല എങ്ങനെ. അതൊക്കെ പുരോഗതി ഉണ്ട്. അതൊക്കെ നല്ല ഐക്യത്തോടു കൂടി നീങ്ങി പോകാനുള്ള എല്ലാ തീരുമാനം പറയുന്നതിലൊന്നുമില്ല. എവിടെ വരെ എത്തിയത് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അത് പൂർണ്ണമാകുമ്പോൾ നിങ്ങളോട് പറയും. ഇപ്പം എവിടെ വരെ എത്തി നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്നെ പറഞ്ഞ ഈ 9 ആവശ്യങ്ങൾ മാത്രമല്ല, വേറെ പഴയ സംഗതികളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഐക്യത്തോടുകൂടി പോവാന്നുള്ള ഒരു നയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, പരിഹരിക്കപ്പെട്ടിട്ടില്ല. പരിഹരിക്കപ്പെട്ടാൽ പരിഹരിക്കപ്പെട്ടു എന്ന് പറയില്ലേ. അത് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഒരു സംഗതിനെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പല വശങ്ങളും ചർച്ച ചെയ്യാണ്ടാവുമല്ലോ. അതൊക്കെ ചർച്ച ചെയ്ത് നല്ല നിലക്ക്. ഇവിടെ ആരും തമ്മിൽ എതിർപ്പൊന്നുമില്ല. ഇവിടെ മുസ്ലിം ലീഗും സമസ്ത തമ്മിൽ വലിയ എതിർപ്പുണ്ടോ?
ഇല്ല. സമസ്തയിലുള്ള ആളുകൾ തമ്മിൽ ചെയ്തിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ചർച്ച ചെയ്യും. ഇതൊക്കെ സർവ്വസാധാരണല്ലേ മനുഷ്യരാകുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ചർച്ചകളും സജീവമായിട്ട് പങ്കെടുക്കും. ചിലർ ശബ്ദം തന്നെ വളരെ ഉച്ചയുള്ള ശബ്ദമാണ് ഇക്കാരം, ചിലർ വളരെ പതുങ്ങിയ ശബ്ദമാണ് ഇക്കാരം. ഇതൊക്കെ തർക്കമല്ലല്ലോ എന്നതുപോലെ പല വിഷയങ്ങളെ സംബന്ധിച്ച് തർക്കം ഉണ്ടാവും. ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതിന് പറ്റിയ നേതൃത്വമാണ് സമസ്തയുടെ ജമീയത്തുൽ ഉലമക്കുള്ളത്. ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന തള്ളുകയാണ് സമസ്ത അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് ജിഫ്രി മുത്തുക്കോയ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നമ്മൾ മറ്റൊരാളെ പറ്റി പറയുന്ന ആരോപണങ്ങൾക്ക് വസ്തുത സത്യസന്ധമായിരിക്കണ്ടേ? പ്രത്യേകിച്ച് സമസ്ത മുശാവറ അങ്ങനെന്നൊക്കെ പറയുന്നതിൽ കുറേ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത വേണ്ടവരാണ്. അത് ആരാണ്, എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അദ്ദേഹത്തെ നിങ്ങൾ കാണണം. ഇൻഷാ അല്ലാഹ് അവിടെ വരും. മാത്രമല്ല ഇത്തരം പരാമർശം ശരിക്കും സമസ്തയ്ക്ക് ദോഷമായി വരികയല്ലേ ചെയ്യുന്നത്? സമസ്തയ്ക്ക് ദോഷം എന്ന് പറഞ്ഞുകൂടാ. അതായത് മൊത്തത്തിൽ അതാണ് സമസ്തയിലൊക്കെ ഉള്ള എത്ര ഉന്നത അതെ, അത് പറയുന്ന ഒരു മോശം തന്നെയാണ്. അതാണ് പറയാൻ പാടില്ല. ആവശ്യമായ ഒരു ചർച്ച ചെയ്യേണ്ടതല്ലേ ഇങ്ങനെ ഒരു മുശാവറ ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ള കാര്യങ്ങൾ. കാരണം അത് മുശാവറയ്ക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് നമുക്കറിയില്ലല്ലോ. അതനുസരിച്ചല്ലേ അത് പറഞ്ഞോളൂ. നമുക്ക് പക്ഷെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം. നിലപാടല്ലേ ശരിക്കും? സമസ്തക്ക് അങ്ങനെ നിലപാടില്ലല്ലോ. കണ്ടവരൊക്കെ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും MLA-മാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിൻ്റെ എല്ലാവരും ഇല്ല ഇതിലേ. എല്ലാവരും ഒന്നിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. CPM-നെ മൂപ്പർ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? എല്ലാവരും അങ്ങനെ പലർക്കും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. മാത്രമല്ല EMS-ന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അതൊരു EMS-നെയൊക്കെ അവർ അനാദരിക്കുന്ന രീതി. അത് പിന്നെ EMS-ന്റെ അമ്മ അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല അതിൻ്റെ ചരിത്രം അങ്ങനെയാണോ എന്ന്. അങ്ങനെയൊക്കെ ഇപ്പോൾ പറയേണ്ടതുണ്ടോ ശരിക്കും? അതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശൈശവ വിഭാഗത്തിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നു എന്നുള്ള ആൾക്കായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എങ്കിലും അങ്ങനെയല്ല, ഇത് പറയേണ്ട ശൈലി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ബഹുഭാരിത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ സമസ്ത? ബഹുഭാരിത്വം ഉണ്ടല്ലോ, ഇസ്ലാമിലുണ്ടല്ലോ. അത് വളരെ അനിവാര്യമായ അള്ളാഹു അനുവദിച്ച ഒരു നിയമമാണ്. അത് ഒരു ഭാര്യ മതിയാവാതെ വരുമ്പം വല്ല അസുഖം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രം. അത് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈർ, നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വേറെ വിശാലമായൊരു വിഷയമാണ്. അതിപ്പം ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി പലരും ഉദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് ബഹുഭാരിത്വവും ശൈശവിവാഹത്വവും ഒക്കെ തന്നെ. ആദ്യകാലങ്ങളിലൊക്കെ ശൈശവിവാഹത്തിൻ്റെ പരിധി വളരെ വളരെ താഴെയായിരുന്നു. അത് പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് കൂടി വന്നു. ഇപ്പോൾ വളരെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കലും ഒക്കെ ആയതുകൊണ്ട് പഠിപ്പും കാര്യമൊക്കെ കൂടുതലുള്ളത് കൊണ്ട് വിവാഹത്തിൻ്റെ പ്രായമൊക്കെ നീണ്ടു പോവുകയാണ് എന്നുള്ളതാണ്. നദ്വിക്കെതിരെ ശരിക്കും ഒരു നടപടി വേണ്ടതല്ല. കാരണം മുശാവറ അംഗം അത് നിങ്ങൾ തങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ എന്താക്കുക? ചർച്ച ചെയ്യുമോ ഈ യോഗത്തിൽ ആ വിഷയം? അതറിയില്ല, എനിക്കറിയില്ല. അജണ്ട എനിക്കറിയില്ല. അജണ്ട ഒക്കെ അതിൻ്റെതായിരിക്കുന്ന ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പം അതിനനുസരിച്ച് ചർച്ച നടക്കും. സമസ്തയിൽ ഇരു വിഭാഗം തമ്മിലുള്ള തർക്കം ഉണ്ടായിരുന്നു. അത് രമ്യമായി പരിഹരിക്കുന്നതിലേക്ക് എത്തിയോ? അതിന് പരിഹാരം എന്ന് പറയുന്നു, അടുത്തത് പരിഹരിച്ചില്ല എന്ന് പറയുന്നു. പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുശാവറയും. ഈ എന്തായി എന്നുള്ള നടപടി അതിനെ സംബന്ധിച്ച് എവിടെ എത്തിയെന്നുള്ളത് ഈ മുശാവറ യോഗം വിലയിരുത്തേണ്ടതാണ്. അതിൽ ഈ മധ്യസ്ഥരെ തീരുമാനിച്ചില്ലായിരുന്നു? മധ്യസ്ഥരുടെ ഇടപെടലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മധ്യസ്ഥർ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം, അതായത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട്, സമസ്തയുടെ നേതാക്കളും ഇരുന്നിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ട് 9 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കിയാൽ വിഷയം തീർന്നു. പക്ഷേ അത് നടപ്പായി വന്ന് കാണുന്നില്ല എന്നുള്ളതാണ്, വൈകി പോകുന്നു എന്നുള്ളതാണ്. ആരുടെ ഭാഗത്തു നിന്നാണെന്നുള്ളതൊക്കെ അതിൻ്റെ നേതാക്കൾ പറയുന്നു കരുതാണ്. ഈ ലീഗ് പക്ഷക്കാരുകളൊക്കെ പറയുന്നത് കുറച്ച് ലീഗ് വിരുദ്ധരായ ആളുകൾ സമസ്തയിലുണ്ട്, അവരാണ് ഈ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ്. മുർബൈസ് മാത്രമല്ല, അങ്ങനെ പലരും ഉണ്ട് ഇത്രയും പറയുന്നത്. ഇന്ന് സഖാവ് മുർബൈസി എന്നാണ് ചിലർ പറയാറുള്ളത്. അതിപ്പോ എനിക്കറിയില്ലല്ലോ, ഞാനല്ലോ പറയുന്നത്. മന്ത്രിമാർക്കൊക്കെ അനുകൂലമായി പല കാര്യങ്ങളും നിൽക്കുന്നതുകൊണ്ടാണോ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഞാൻ നിൽക്കുന്നില്ലല്ലോ. മന്ത്രിമാർക്ക് അനുകൂലം ഞാൻ നമ്മുടെ സമസ്തന്റെ കാര്യങ്ങൾ പറയും, നമ്മൾ മതപരമായ ആദർശപരമായ കാര്യങ്ങൾ പറയും എന്നല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനിപ്പോൾ രാഷ്ട്രീയമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും നമ്മൾ ഒരുപോലെ തന്നെ കാണുക. നമ്മളോട് സഹകരിക്കുന്നവരോട് അങ്ങോട്ട് സഹകരിക്കും,
നമ്മളെ എതിർക്കുന്നവരോട് നമ്മൾ എതിർക്കും. കഴിയുന്നതും ജനാധിപത്യ രാജ്യത്തിൽ നിയമമായിട്ട് എങ്ങനെയൊക്കെ നേരിടാൻ പറ്റും എന്നുള്ള നിലയ്ക്ക് നേരിടും. വിഷയത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുമോ? അങ്ങനൊന്നുമില്ല. അങ്ങനെ നദ്വിനോട് നദ്വി നമ്മളൊരു സഹോദരൻ. ആ വാക്ക് ആ രൂപത്തിലായത് ശരിയായില്ല. അദ്ദേഹത്തിന്റെ ആവശ്യം, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം വരും നിങ്ങൾക്ക് ചോദിക്കാം. മാത്രല്ല അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞതിൽ ഉറച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ? എന്നാ പിന്നെ നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.